നടത്തി കർത്താവ് ഈ കൂട്ടായ്മ അനുഗ്രഹിക്കുകയും പരിപാലനം ചെയ്യണം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സഭയുടെ കാവൽ കരുതൽ പണികൾ അനുഭവിക്കട്ടെ. ഏവരും കർത്താവ് ഈ കൂട്ടായ്മയുടെ ചുമതലക്കുമ്പോൾ കർത്താവ് വലിയ സമാധാനം സന്തോഷവും ആനന്ദത്തിൽ വെള്ളപ്പെട്ടതൊക്കെ അടികളേവരെ സഹായിക്കാൻ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സമർപ്പിക്കുന്നു. യേശു തന്നെ കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. കൃപയാൽ നമുക്ക് വീണ്ടും കർത്താവിന്റെ പാദപീഠത്തിലായിരുന്നുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നിന്ന് ചിന്തിപ്പാൻ കർത്താവ് നമുക്ക് കൃപ നൽകി തന്നിരിക്കുന്നല്ലോ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച ക്രിസ്തീയ സ്നാനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്നാനത്തെ സംബന്ധിച്ച് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാനിടയായി തോന്നും. ഒരു മനുഷ്യന്റെ രണ്ട് കാഴ്ചപ്പാടുണ്ട്. അതായത് ഏലീശ പ്രവാചകൻ ഗേഹസിയോട് പറയുകയാണ്, നമ്മോട് കൂടെയുള്ളവർ അവരുടെ കൂടെയുള്ളവരെക്കാൾ അധികമാണ്. അരാം സൈന്യം, അതായത് ഇന്നത്തെ സിറിയൻ സൈന്യം എലീശ പ്രവാചകന്റെ ഭവനത്തെ വളഞ്ഞിരിക്കുക. അന്നേരം ഗേഹസി പറഞ്ഞു, യജമാനെ, നമ്മൾ എന്ത് ചെയ്യും? ശത്രു നമ്മെ വളഞ്ഞിരിക്കുന്നു, നമ്മെ ഇപ്പോൾ ശത്രു ഇല്ലാതെയാക്കും എന്ന് പറഞ്ഞപ്പോൾ എലീശ പ്രവാചകൻ ഗേഹസിയെ സമാധാനിപ്പിച്ചു. നമ്മോട് കൂടെയുള്ളവർ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികമാണ്. ഗേഹസി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. എലീശ പ്രവാചകനുണ്ട്, താനും ഉണ്ട്. ഇത്രയും വലിയ സൈന്യവും വന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, നമ്മുടെ കൂടെ ഒരുപാട് പേരുണ്ട്. അവൻ ചിന്തിച്ച്, അപ്പോ പ്രവാചകനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, യഹോവേ, ഇവന് കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണൊന്ന് തുറക്കണം. ദൈവം കണ്ണു തുറന്നു നോക്കിയപ്പോ, ദൈവം ഇവന്റെ കണ്ണു തുറന്നപ്പോ എലീശ പ്രവാചകന്റെ ചുറ്റും അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളുമായിട്ട് ആ പർവ്വതം നിറഞ്ഞിരിക്കുന്ന കാഴ്ച കാണുകയാണ്. ആ കാഴ്ച നമ്മൾ പഠിക്കുന്നുണ്ട്. എന്നാൽ സ്തെഫാനോസ് മരിക്കാൻ സമയത്ത് ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ കർത്താവായ യേശുക്രിസ്തു ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. അതുപോലെ യേശു ഒരിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, സാത്താൻ മിന്നൽ പോലെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കണ്ടു. 3 കാഴ്ചപ്പാടാണ്. ഒന്ന് എലീശ പ്രവാചകന്റെ ബാല്യക്കാരനായ ഗേഹസി കണ്ടു. രണ്ടാമത്തത് സ്തെഫാനോസ് സ്വർഗത്തിലേക്ക് നോക്കി കാണുന്നു. മൂന്നാമത്തത് യേശു കണ്ടു. ഗേഹസി കണ്ടതും മറ്റുള്ളതും തമ്മിൽ വ്യത്യാസം എന്താ? ഒരു മനുഷ്യന് ദൈവം തന്റെ ആത്മാവിനെ കൊടുക്കുന്നുവെങ്കിൽ ആ ആത്മാവിനാൽ അവന് സകല കാര്യങ്ങളും കാണും. നമ്മളിപ്പോൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊന്നും കാണാൻ പാടില്ല. പക്ഷെ ആത്മാവിൽ നമ്മുടെ കണ്ണ് കർത്താവ് തുറന്നാൽ നമുക്ക് സ്വർഗം കാണും. പക്ഷെ ആത്മാവ് വിട്ടുപോകുമ്പോൾ അതും വിട്ടുപോകും. മനുഷ്യന് ആത്മാവ് ലഭിക്കാനുള്ള വഴി എന്താ? കണ്ണ് തുറക്കത്തക്കാനുള്ള ആത്മാവ് ലഭിക്കാനുള്ള വഴി എന്താ? നമ്മൾ വചനത്തിൽ പഠിക്കുന്നത്, വചനം കേട്ടവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ വചനം കേട്ട് വിശ്വസിച്ചാൽ
പരിശുദ്ധാത്മാവ് വരും. ശത്രുവിന്റെ വചനം കേട്ട് വിശ്വസിച്ച് ദൈവത്തെ അവിശ്വസിച്ച് കഴിഞ്ഞാൽ അന്യാത്മാവും വരും, അല്ലെങ്കിൽ ലോകത്തിന്റെ ആത്മാവും വരും. ഇപ്പൊ വചനത്തിന്റെ വ്യവസ്ഥ എന്ന് പറഞ്ഞ് കണ്ണ് തുറക്കുന്ന കാര്യം എന്ന് പറഞ്ഞ് കണ്ണ് തുറക്കണമെങ്കിൽ നമ്മൾ നഗ്നനേത്രം കൊണ്ട് കാണുന്നത് ആത്മാവിനാൽ കാണുന്നതും രണ്ടും രണ്ടാണ്. നമുക്ക് കണ്ണു തുറക്കാനുള്ള വഴിയെന്ന് പറയുന്നത് എന്താണ്? ഇപ്പൊ എനിക്കിവിടെ ഞാൻ ഈ കണ്ണ് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കാണാൻ പാടില്ല, വളരെ അവ്യക്തമായിട്ട് എന്തെങ്കിലും കാണാം. ഈ കണ്ട വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് കാണാം. ഇതുപോലെയാണ് ഒരു മനുഷ്യന് ആത്മീക മണ്ഡലം കാണണമെങ്കിൽ അവന് ആത്മാവ് വേണം. ആത്മാവ് ഒരാൾക്ക് വരണമെങ്കിൽ ഇത് വേണം. ആത്മാവ് ഒരാൾക്ക് വരണമെങ്കിൽ വചനം കേട്ട് വിശ്വസിച്ച് കഴിയുമ്പോൾ അവന്റെ മേൽ ആ വചനത്തിന്റെ ഉടമസ്ഥനായ ആത്മാവ് വരും. ഇതുപോലെയാണ് കർത്താവായ യേശുക്രിസ്തു സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമുണ്ട്. ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അവിശ്വസിച്ച് ശത്രുവിന്റെ പിശാചിന്റെ വചനം വിശ്വസിക്കുകയാണെങ്കിൽ അവന്റെ മേൽ എന്ത് വരും? അവന്റെ മേൽ ലോകത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ അശുദ്ധാത്മാവും വരും. ഇത് ലോകത്തിന്റെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു നടക്കുന്ന ഒരു ക്രിയയാണ്. അത് നമ്മൾ ശ്രദ്ധയോടെ ഓർത്തുകൊള്ളണം. അപ്പോ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഏത് ഉപദേശത്തിനും ഏത് വചനത്തിനും അതിന് ആധാരമായ ഒരു ആത്മാവുണ്ട്. ആര് ഏത് ഉപദേശം പറഞ്ഞാലും ആ ഉപദേശം നമ്മൾ കേട്ട് വിശ്വസിച്ചാൽ ആ ആത്മാവ് നമ്മുടെ മേൽ വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, നമ്മൾ പഠിക്കുന്നത് ദുരുപദേശത്തിന് നമ്മൾ ചെവി കൊടുക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ദുരുപദേശം കേട്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേൽ എന്ത് വരും? ദുരാത്മാവ്. സത്യവചനം കേട്ട് വിശ്വസിച്ചാൽ നമ്മുടെ മേൽ എന്ത് വരും? പരിശുദ്ധാത്മാവ്. ഒരു കാര്യം ശരിയാ, പരിശുദ്ധാത്മാവ് വന്നാലും ദുരാത്മാവ് വന്നാലും ദൃഷ്ടി തുറക്കും, കണ്ണു തുറക്കും. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മള് ഇപ്പൊ കാണുമ്പോ നമുക്ക് ആത്മീയ മണ്ഡലം ഒന്നും കാണാൻ പാടില്ല. ആത്മീയ മണ്ഡലം കാണണമെങ്കിൽ ഇത് വേണം, ആത്മാവ് വേണം. ആത്മാവ് വേണമെങ്കിൽ എന്ത് വേണം? വചനം കേട്ട് വിശ്വസിക്കും. സത്യവചനം കേട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഏത് ആത്മാവിനെ കിട്ടും? പരിശുദ്ധാത്മാവിനെ കിട്ടും. സാധാരണ വചനം കേട്ട് വിശ്വസിക്കുകയാണെങ്കിൽ ഏത് കിട്ടും? അശുദ്ധാത്മാവിന്. ഈ രണ്ടു വന്നാലും കണ്ണു പോകും. ഈ രണ്ടു വന്നാലും, അശുദ്ധാത്മാവ് വന്നാലും പരിശുദ്ധാത്മാവ് വന്നാലും മനുഷ്യർ കണ്ണു പോകും. പരിശുദ്ധാത്മാവ് വന്ന് കണ്ണു തുറന്നാൽ അപ്പോൾ തന്നെ മനസ്സിലാകുന്നത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യം ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടമായ കാര്യം, ദൈവം പ്രസാദിക്കുന്ന കാര്യം നല്ലതായിട്ടും തോന്നും. ഏത് വന്ന? പരിശുദ്ധാത്മാവ് വന്നു. അശുദ്ധാത്മാവ് വന്നാലോ? അശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ അവനോട് എന്ന് ഒരു കാര്യം പറയാം. അവിടെ ഞാൻ ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഏകദേശം 11 പേരോളം സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് 1993 ഇറങ്ങിയതാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിച്ചിറങ്ങിയതാണ് ആരക്കൊന്നും സഭയിൽ നിന്ന്. അത് പുറപ്പെടാൻ സമയത്ത് എന്ത് തീക്ഷ്ണതയായിരുന്നു. ഇതിന് ശേഷം എന്തു ആകട്ടെ, അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഒരാൾ അയാളുടെ ജീവിതത്തിൽ ചില പിഴവുകൾ പറ്റി. പിഴവ് വന്നതോടുകൂടി പഴയതുപോലെയല്ല, ഇത്തിരി ആത്മാവ് മാറി ചില കാര്യങ്ങളെല്ലാം ആ മനുഷ്യന്റെ ജീവിതത്തിൽ കടന്നു.
ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടുന്ന് വടക്ക് ദേശത്ത് നിന്ന് ഒരു ഉപദേശം ഇവിടെ വരുന്നു. ഉപദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവരൊരു ആരാധനയ്ക്ക് പോകുന്ന ഒരു സ്ഥലം. അവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പിശാചുക്കളെയും വിളിച്ചു വരുത്തി കൂട്ടിക്കെട്ടി പാതാളത്തിലേക്ക് ഇടുക, ബന്ധിക്കുക. അവിടെ നിന്നാണ് കർത്താവ് വരുമ്പോൾ ആ ദേശത്ത് നിന്നാണ് ആത്മാക്കളെ എടുക്കുന്നത്, കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കുന്നു എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വേദോസത്തിൽ ഇല്ലാത്തതാണ്. ഈ മനുഷ്യൻ പോയിട്ട്, നമ്മുടെ സഹോദരൻ പോയിട്ട് ഇത് അങ്ങനെ തന്നെ വിശ്വസിച്ചു കൊണ്ടിരിക്കുക, യാതൊരു മാറ്റമില്ല. അപ്പോ ഞാൻ ചില കാര്യങ്ങളൊക്കെ ചോദിച്ചു, അടിസ്ഥാനപരമായിട്ട് എല്ലാം തെറ്റിയെന്ന് മനസ്സിലായി. അങ്ങനെ അത് പിരിഞ്ഞു പോയി. അതിനെക്കുറിച്ച് അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കുന്നത് മനുഷ്യന് ഒരു കാര്യം പോകുമ്പോൾ, അശുദ്ധി കാണുമ്പോൾ അശുദ്ധിയിലേക്ക് നോക്കണം, അത് നല്ലതാണ് എന്ന് തോന്നുന്നു. തെറ്റ് പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നത് അത് ശരിയാണ്. ദൈവത്തിന് വിരോധമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അവൻ അതിനു മുമ്പ് എന്ത് വന്നിട്ടുണ്ട്? ഒരു ആത്മാവ് വന്നു. ആ ആത്മാവ് അവന് വരണമെങ്കിൽ അവനിൽ നിന്ന് അനീതിയും വീഴ്ചയും വന്നു. ഇതുകൊണ്ടാണ് അവൻ ആ കാഴ്ചപ്പാട് മാറാനുണ്ടായ കാരണം. ഇതുകൊണ്ടാണ് വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ഒരു കാരണവശാലും ദൈവം ഈ അന്ത്യകാലത്ത് കർത്താവിന്റെ മക്കൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വിലയേറിയ നിധിയാണ് ഈ സത്യവേദോസ്തം. മലിനപ്പെട്ട സഭകൾ, മലിനപ്പെട്ട ജീവിതങ്ങൾ, ലോകം മുഴുവൻ പ്രശസ്തരായിരിക്കുന്ന സുവിശേഷകർ താടിയായി പോയിരിക്കുന്ന കാലങ്ങൾ, ഇതൊക്കെയാണ് ഇന്ന് ഈ ലോകത്തിലുള്ളത്. പക്ഷെ ഇന്ന് വരെയും ഈ പുസ്തകത്തിൽ ഇതിന്റെ പൊരുളിൽ ശത്രുവിന്റെ സ്വാധീനം ഉണ്ടാകാൻ കർത്താവ് സമ്മതിക്കാതെ നിർത്തിയിരിക്കുക. നമ്മളോട് കർത്താവ് കരുണ തോന്നിയതുകൊണ്ട് മാത്രം. അതുകൊണ്ട് ഏത് ഉപദേശം കേട്ടാലും, ഏത് വാക്ക് കേട്ടാലും ദൈവത്തിന്റെ വചനവുമായിട്ട് തട്ടിച്ചു നോക്കി അത് നിലനിൽക്കണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ ഗ്രഹിക്കുന്നത്, ഒരു മനുഷ്യന് ആത്മീയ കാഴ്ചപ്പാട് വേണമെങ്കിൽ അവന് ആത്മാവിന്റെ ആവശ്യമാണ്. അവന് ദൈവീക കാര്യങ്ങൾ ദൈവികമായിട്ട് തോന്നണമെങ്കിൽ, നന്നായിട്ട് തോന്നണമെങ്കിൽ പരിശുദ്ധാത്മാവ് വേണം. അതിന് വേണമെങ്കിൽ സത്യവചനം വിശ്വസിക്കണം, കേൾക്കണം. ഇനിയല്ല, അരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നല്ലതായിട്ട് തോന്നും, അശുദ്ധാത്മാവ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉപദേശം ലോകം മുഴുവൻ തിങ്ങി നിൽക്കുക, ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുക. ഇതിന്റെ എന്ന് നമ്മൾ ഈ ചിന്തിക്കുന്നതിന്റെയൊക്കെ വില നമ്മൾ അറിയണമെങ്കിൽ നാളെ ഒരിക്കൽ ഇതൊക്കെ മനസ്സിലാവുന്ന ഒരു ദിവസം വരും. അന്ന് നമ്മൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിയും. കാരണം ക്രിസ്തുയേശുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കിട്ടിയിരിക്കെ, ക്രൂശിക്കപ്പെട്ടവനായി വരച്ചു കിട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാ. ക്ഷുദ്രം ചെയ്യുന്ന മനുഷ്യനെ ബുദ്ധിയൊക്കെ എടുത്ത് കളയുന്ന പ്രവർത്തനങ്ങൾ ഈ ലോകത്തുണ്ട്. മറ്റൊരു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്ന ആളുകൾ ഈ ലോകത്തുണ്ട്. മറ്റൊരു സുവിശേഷം പറയുന്നവർ ഈ ലോകത്തിലുണ്ട്. ഇത് മുഴുവനും നടക്കുകയാണ്. ചിലത് കേൾക്കുമ്പോൾ അത് നല്ലതാണെന്ന് തോന്നും. നല്ലതാണെന്ന് തോന്നണമെങ്കിൽ അതിനു മുമ്പേ ഈ ആത്മാവ്, ദോഷത്തിന്റെ ആത്മാവ് നമ്മെ ബാധിച്ചിരിക്കും. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കും പ്രകാരം ശ്രദ്ധയോടുകൂടി നമ്മൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പ്രാപിപ്പാൻ തക്കവണ്ണം ഒരുങ്ങിയിരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമ്മളിത് പഠിച്ചതിന്റെ സാരം, ഹവ്വ ആ വൃക്ഷഫലം നോക്കി അത് കാണാൻ ഭംഗിയുള്ളത്, തിന്നാൻ നല്ലത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യം, ഈ 3 കാര്യങ്ങൾ കണ്ടു. അതിന് മുൻപ് ആ വൃക്ഷഫലം എങ്ങനെയുള്ളതായിരുന്നു?
തിന്മാൻ പാടില്ലാത്തത് കർത്താവ് വിലക്കിയിരിക്കുന്നത്. അതിലേക്ക് നോക്കാൻ പാടില്ല, അതിലേക്ക് തൊടാൻ പാടില്ല. അതുപോലെ അതിൽ നിന്ന് സൂക്ഷിച്ച് മാറി നിന്നിട്ടുള്ള ഒരു ജീവിതമാണ്. എങ്ങനെ അവളുടെ ദൃഷ്ടി മാറി? അതന്ന് നമ്മൾ അത്രയും പറഞ്ഞ് ഇവിടെ നിർത്തുക. എങ്ങനെ അവളുടെ ദൃഷ്ടി മാറി? നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, മനുഷ്യന് ആത്മീയ ദൃഷ്ടി തുറക്കണമെങ്കിൽ അതിന് ആത്മാവ് ആവശ്യമാണ്. ആത്മീയ ദൃഷ്ടി തുറന്ന് ദൈവീകമായത് കാണണമെങ്കിൽ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. അതിന് സത്യവചനത്തിന്റെ വിശ്വാസം ആവശ്യമാണ്. കണ്ണു തുറന്ന് അരുതാത്തത് നല്ലതായിട്ട് തോന്നണമെങ്കിൽ അശുദ്ധാത്മാവ് ആവശ്യമാണ്. അശുദ്ധാത്മാവ് വരണമെങ്കിൽ അശുദ്ധ വചനം, ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിച്ച് അന്യവചനം കേൾക്കാൻ തക്കവണ്ണം ഉള്ള വചനം കേട്ട് വിശ്വസിക്കണം. അത് വരുമ്പോൾ അവനിലേക്ക് അന്യാത്മാവ് വരികയും തെറ്റെന്ന് പറയുന്ന കാര്യങ്ങൾ ശരിയെന്ന് കാണുകയും അരുതെന്ന് പറഞ്ഞിട്ടുള്ള ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ല, അത് നല്ലതാണെന്ന് തോന്നുകയും ചെയ്യുന്ന ഒരവസ്ഥ മനുഷ്യനുണ്ട്. ഒന്നാം ഘട്ടമാണ്. ഇതാണ് ദൈവത്തിന്റെ വചനം യഥാർത്ഥമായി കേൾക്കുന്നതിൻ്റെയും സത്യവചനത്തെ എങ്ങനെ പ്രസംഗിക്കണം, യഥാർത്ഥമായിട്ട് പ്രസംഗിക്കുന്ന ഒരു അനുഭവവും അത് കേൾക്കാനുള്ള ഭാഗ്യവും ഒരു മനുഷ്യന് ലഭിക്കുക എന്നുള്ളത് പരമഭാഗ്യം തന്നെയാണ്. ഇന്ന് ഇത് നമ്മുടെ ആരുടെയും കഴിവോ ശ്രേഷ്ഠതയല്ല. ദൈവം തന്റെ സഭ മുഖാന്തരം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കും പ്രകാരം സഭ മുഖാന്തരം വെളിപ്പെടുത്തുന്ന ഈ പരമ സത്യത്തിന്റെ വചനമാണ് ഇന്ന് കൃപയാൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കുമ്പോൾ ശരിയല്ലാത്തതിനെ ശരിയല്ലാതെന്ന് തോന്നുന്നു, ശരിയായതിനെ ശരിയാണെന്ന് തോന്നുന്നു. ഇത് ഹവ്വയുടെ ദൃഷ്ടി മാറി. ഇതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യന്റെയും ജീവിതം. പക്ഷേ ഇന്ന് ദൃഷ്ടി മാറിയെങ്കിലും ആത്മാവിനാൽ ദൃഷ്ടി മാറി എങ്കിലും അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വന്നിട്ടില്ല. കാരണം ഗേഹസി കണ്ടതുപോലെ കണ്ടിട്ടുള്ളൂ. നമ്മെ വിളിച്ചിരിക്കുന്നത് യേശു കണ്ടതുപോലെ കാണാൻ. ഗേഹസി കണ്ടത് ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ആത്മാവിനെ വന്ന് ആത്മാവ് ദൃഷ്ടിയെ പ്രകാശിപ്പിച്ചിട്ട് കണ്ട കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇതങ്ങനെയല്ല. പിന്നെയോ യേശു കണ്ടതുപോലെ കാണണം. യേശു എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുന്ന ഒരാളെ ദൈവത്തിന്റെ പുത്രനാക്കി തീർക്കുന്നത് അനുസരണമാണ്. അനുസരണം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ പ്രവൃത്തിയാണ്. വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്യുമ്പോൾ അവന് ഒരു കാഴ്ചയുണ്ടാവും. ആ കാഴ്ച എന്ന് പറഞ്ഞത് യേശുവിന്റെ കാഴ്ചയായിരിക്കും. ആദ്യം കണ്ട കാഴ്ച ആരെയാ? പരിശുദ്ധാത്മാവിന്റെ കാഴ്ചയായിരിക്കും. രണ്ടാമത് കണ്ടതോ യേശു കണ്ടതുപോലെ ആയിരിക്കും. യേശു എങ്ങനെ കണ്ടു? യേശു ശിഷ്യന്മാരുമായിട്ട് ഇരിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് കാര്യമൊന്നുമില്ല. ഒരാൾ വരുന്നില്ല, അവിടുന്ന് ഒരാൾ വരുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഒരാൾ വരുന്നുണ്ട് എന്ന് ഞാൻ നോക്കി പറയാം. ഞാൻ ആളെ കണ്ടോണ്ടാ പറയുന്നത്. പക്ഷെ നിങ്ങൾ നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. ഇതുപോലെയാണ് യേശു പറയുന്നത്. യേശുവിന് കാണാം, ആത്മീക മണ്ഡലം കാണാം. കാരണം എന്താ? ദൈവപുത്രന് ആത്മീക മണ്ഡലം കാണാം. ഈ അവസ്ഥ മനുഷ്യർക്ക് വരാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ സുവിശേഷത്താൽ ആത്മാവിനെ തന്ന് കണ്ണു തുറന്നു. രണ്ടാമത്തെ ഘട്ടമാണ് അനുസരണം. ഹവ്വ നോക്കിയപ്പോൾ ദൈവം അരുതെന്ന് പറഞ്ഞ ആ വൃക്ഷഫലം നല്ലതായിട്ട് കണ്ടു. അവൾ പറിച്ചു നിന്ന് ഭർത്താവിന് കൊടുത്തു. ഇതുപോലെ തന്നെ സുവിശേഷത്തിന്റെ കഴിവിയാൽ പരിശുദ്ധാത്മാവിനെ ലഭിച്ച് കണ്ണു തുറന്ന നമ്മുടെ ജീവിതം ക്രിസ്തുയേശുവിനെ പോലെ കാണാൻ നമ്മുടെ നേത്രങ്ങളെ തുറക്കുന്ന ക്രിയയാണ് അനുസരണം. ആ അനുസരണമാണ് ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നാനത്തിൽ ആരംഭിക്കുന്നത്. ആത്മാവിനാൽ അരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നന്നായി കണ്ട ഹവ്വ അത് അനുസരിച്ച് കഴിഞ്ഞപ്പോൾ തങ്ങൾ നഗ്നരെന്നറിഞ്ഞു. തങ്ങളുടെ ശരീരത്തിൽ
താങ്കൾ നഗ്നരെന്നറിഞ്ഞു. ആദ്യം എന്ത് കണ്ടു? വൃക്ഷഫലം നല്ലതെന്ന് കണ്ടു. അരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം നല്ലതെന്ന് കണ്ടു. അനുസരിച്ചപ്പോൾ തങ്ങൾ നഗ്നരെന്ന് ശരീരത്തിൽ അറിഞ്ഞു. ഇതുപോലെ തന്നെ സുവിശേഷത്താൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ ലോകത്തെയും ദൈവത്തിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളതിനെയും എല്ലാം കണ്ടവരാണെന്നാണ്. എന്നാൽ ഇനി ഒന്നുണ്ട്, ക്രിസ്തുവിന്റെ ദൃഷ്ടി കിട്ടുക എന്നുള്ളത്, സ്വന്തം ശരീരത്തിൽ അറിയുക എന്നുള്ളത്. അതനുസരിക്കുമ്പോൾ, നമ്മൾക്ക് ലഭിച്ച വചനം അനുസരിക്കുമ്പോൾ നമ്മുടെ ദൃഷ്ടി തുറക്കുകയും ഹവ്വ, ആദാം തങ്ങളുടെ ശരീരത്തിൽ തന്നെ തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞതുപോലെ വിപരീതമായി ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നമുക്ക് ദൈവിക പുത്രത്വം പ്രാപിപ്പാനും നമ്മൾ ദൈവത്തിന്റെ മക്കളെന്ന് ദൈവത്തിന് മുമ്പാകെ പ്രാഗൽഭ്യം പ്രാപിപ്പാനും ഈ ശുശ്രൂഷ നിമിത്തം ഇടവരുത്തും എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊള്ളാം. കർത്താവിന്റെ സ്തോത്രം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകും. ഇന്ന് കർത്താവിന്റെ നാമത്തിൽ നമ്മൾ ചിന്തിച്ച വചനങ്ങൾ ഓർത്തു കൊള്ളണം. നമ്മൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് ജീവിക്കുന്നവരാണ്. അതിനേക്കാൾ ഉപരി ആത്മീയ മണ്ഡലം നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള 2 വഴികളാണ്. ഒന്ന് പരിശുദ്ധാത്മാവ്, 2 ദുരാത്മാവ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ സത്യവചനം കേട്ട് വിശ്വസിക്കണം. ദുരാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തെ അവിശ്വസിക്കത്തക്കവണ്ണമുള്ള ഉപദേശം കേട്ട് അത് വിശ്വസിക്കണം. അങ്ങനെ അനേകർ, നമ്മൾ തിമോഥെയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, അനേകർ സാത്താന്റെ പിന്നാലെ പോയിപ്പോയല്ലോ. പോയി. കാരണം ആ ഉപദേശം കേട്ട് അത് വിശ്വസിച്ച് അന്യാത്മാവ് ബാധിച്ച് പിന്നെ കാണുന്നതൊക്കെ പോഷ്കാണ്. ആ പോഷ്കർ പ്രിയപ്പെട്ട് പോയി പോകും. എന്നാൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന അതിവിശുദ്ധ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ജീവിതത്തിൽ അനുഭവിച്ച് തങ്ങളെ തന്നെ സൂക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ജീവിതങ്ങൾ അതിന്റെ അനുസരണത്തോടു കൂടി ക്രിസ്തുവിനെ ഉള്ളിൽ പ്രാപിച്ചവരായി മുമ്പേ ലോകത്തെ കണ്ട് അനുസരണത്തോടുകൂടി സ്വന്തം ശരീരത്തിൽ അതിന്റെ മാറ്റം അറിഞ്ഞതുപോലെ ദൈവത്തിന്റെ ജനത്തിന് ക്രിസ്തു ഉള്ളിൽ വന്ന പ്രാഗൽഭ്യം ലഭിക്കുന്ന ശുശ്രൂഷയാണ് ക്രിസ്തീയ സ്നാനം എന്ന് പറയുന്നത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ